ഇശാനിസ്കാരം കഴിഞ്ഞ ആളുകൾ തിരിച്ചു പോവുകയാണ് മമ്പുറത്ത്. അപ്പോൾ മമ്പുറത്ത് തിരിച്ചു പോകുമ്പോൾ ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോവുക. ഇശാനിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോവുക. അപ്പോൾ മമ്പുറത്ത് സയ്യിദ് ഖുത്ബുസ്സമാൻ മൗലദ് ദവീല ബഹുമാനപ്പെട്ട സയ്യിദ് അലവിൽ മമ്പുറമേ പെട്ടെന്ന് ഓലക്കൊടി കൊണ്ടുവരാൻ പറഞ്ഞ് ഓല കൊണ്ടുവന്ന് ധൃതിയിൽ ചൂട്ടുകെട്ടി വിളക്കൊണ്ടുവരാൻ പറഞ്ഞ് ചൂട്ട് കത്തിച്ചു കൊടുത്ത് ഒരാളോട് പറഞ്ഞ് വേഗം തെങ്ങ് കയറ് എന്ന് പറഞ്ഞു. തെങ്ങ് കയറി തെങ്ങിന്റെ മണ്ടയിലെത്തിയപ്പോൾ ഇയാളോട് പറഞ്ഞ് ഒരു 3 തവണ മിന്ന്. ഇതൊക്കെ ലിഖിതമായ താരീഖാണ്. ഇത് ലിഖിതമായ താരീഖാണ്. ലിഖിതമായ താരീഖ് ഉണ്ടല്ലോ കേരളത്തിൽ. ആളുകൾ തിരിച്ചുപോയി. എന്താ ചെയ്തതെന്നോ അറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു കപ്പക്കാര് സംഘം വന്നു. അവർ വന്നിട്ട് മൗലദ് ദവീലയെ മുഖം കാണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ നടുക്കടലിൽ നട്ടം തിരിയുകയായിരുന്നു. എവിടെയാണ് വഴിയെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. കരമാർഗം അറിയാതെ ഞങ്ങൾ വളരെ വിഷണ്ണരായി നിൽക്കുകയായിരുന്നു. മാനത്തെ നക്ഷത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടുക്കടലിൽ കുഴങ്ങിപ്പോയിരുന്നു. എന്തും സംഭവിക്കാനുള്ള സാഹചര്യമായിരുന്നു. അപ്പോഴാണ് കരയിൽ നിന്ന് പന്തം മിന്നിക്കുന്നത് കണ്ടത്. ആ വഴിയെ നോക്കിയിട്ട് വന്നത് കൊണ്ടാണ് ഞങ്ങൾ കര തേടാൻ കഴിഞ്ഞത്. സംഭവം ഇനി മഹ്ദി ഇമാം വരും. പക്ഷെ മഹ്ദി ഇമാമിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് മുകളിലേക്ക് കണക്ഷൻ ഉണ്ടാവും. കസ്ബിയായ വിജ്ഞാനമല്ലാതെ വഹബിയായ വിജ്ഞാനം ലഭിക്കും. ഇൽഹാമ് കൊടുക്കും. അപ്പോൾ പിക്കപ്പ് ചെയ്യും. പിന്നെ ഈസാ നബി വരും. ഈസാ നബിക്കും വഹബിയായ വിജ്ഞാനം ഉണ്ടാകും. കസ്ബിയായ വിജ്ഞാനം കുറഞ്ഞുകൊണ്ടേ വരും. ചിന്തിക്കണം, മനുഷ്യരാശി ചിന്തിക്കണം. ഈ വിജ്ഞാനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടാൻ കഴിയില്ല. ഇതിനൊരു പരിഹാരവും ഇല്ല. ഇത് പഠിപ്പിക്കുകയല്ല, പരിഹാരമില്ല. അതുകൊണ്ട് ഈ വിജ്ഞാനത്തിൽ പണ്ഡിതൻ മരിച്ചാൽ ലോകം മരിക്കും. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. പണ്ഡിതൻ മരിച്ചാൽ ലോകം മരിച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫ. അതേത് പണ്ഡിതൻ? അമ്പിയാക്കന്മാരുടെ അറിവ് പേറിയ പണ്ഡിതൻ. ഒരു പണ്ഡിതൻ മരിച്ചാൽ ലോകം മരിച്ച്. ഒരു ബഹുദിവ്യ വിജ്ഞാനി മരിച്ചതുകൊണ്ട് ലോകം മരിക്കുകയില്ല. എന്നാൽ ഒരു ആത്മജ്ഞാനി മരിച്ചാൽ ലോകം മരിച്ച്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അങ്ങനെ വാങ്ങിവെക്കാൻ ഇനി കഴിയില്ല. അദ്ദേഹത്തെ പോലെ മറ്റൊരാളിനി വരില്ല. അവസാന കാലഘട്ടമാകുമ്പോൾ വിജ്ഞാനം ഉയർത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാണ് വിജ്ഞാനം ഉയർത്തപ്പെടുക? ഓരോ കാലഘട്ടത്തിലെയും മഹാപണ്ഡിതന്മാർ മരിക്കുന്നത് വഴി വിജ്ഞാനം കുറഞ്ഞേ പോകും. അവസാനം ജനങ്ങൾക്ക് വിജ്ഞാനം ഇല്ലാതെയാകും എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് എന്താ ഈ പറയുന്നത്? അതുകൊണ്ട് ഒരറിവ് മാത്രമേ നമ്മൾ ബേജാറാകണ്ടുള്ളൂ. മറ്റൊരു അറിവിലും പ്രശ്നമില്ല. മറ്റൊരറിവിലും പ്രശ്നമില്ല. ഒരു അറിവിലും പ്രശ്നമില്ല. നമ്മൾ ആ മണ്ണിൽ എന്താ പൂളയുണ്ടാക്കി, മരച്ചീനി ഉണ്ടാക്കി, ചേമ്പുണ്ടാക്കി, നമ്മൾ ലാഭമുണ്ടാക്കി. ഇനി പുതിയ ഒരാൾ വരാം, അതിനേക്കാൾ ലാഭമുള്ള വേറൊന്നുണ്ടാക്കി, അതിനേക്കാൾ ലാഭമുണ്ടാക്കി തരും. ഞങ്ങൾ നിലമ്പൂർക്കാരനാണ്. ഞാൻ നിലമ്പൂരക്കാരനാണ്. നമ്മുടെ മമ്മൂട്ടി ഒക്കെ നിലമ്പൂർക്കാരാണ്. ഞങ്ങൾ 960 വരെ വിട്ടികളായിരുന്നു നിലമ്പൂർക്കാർ. എങ്ങനെ വിട്ടികൾ? പമ്പര വിട്ടികൾ. എങ്ങനെ വെട്ടിയതെന്ന് പറഞ്ഞാൽ നല്ല മണ്ണാണ് നിലമ്പൂരിലെ മണ്ണ്. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യാന്ന്, പാടത്തും നെല്ല് വിതക്കും, പറമ്പിലും നെല്ല് വിതക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? പാടത്തെ നെല്ലിനേക്കാൾ കഷ്ടപ്പാടാണ് പറമ്പിലെ നെല്ലിന്. ഇഷ്ടം പോലെ കല്ലും കൂടും. എന്നിട്ട് കഷ്ടപ്പെട്ട് അതൊക്കെ എടുത്തിട്ട് പിന്നെ പട്ടിണി കിടക്കും. ഒരു വരുമാനവും ഇല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പോഴാണ് ഞങ്ങൾക്ക് 960-കൾക്ക് ശേഷം തിരുവിതാംകൂർ ചേട്ടന്മാർ വന്നത്. ചേട്ടന്മാർ ഞങ്ങൾക്ക് റബ്ബർ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് പഠിപ്പിച്ചു. ഇന്ന് നിലമ്പൂരിനുള്ളൊരു പ്രത്യേകത എന്തെന്നാൽ ഗൾഫ് മുടങ്ങിയാലും കഞ്ഞി കൂടി മുടങ്ങൂല. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ, പൊരയിൽ വന്ന് ഉപ്പാൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്.
പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പ്രസിഡന്റ് ആ പള്ളി പ്രസിഡന്റ് വന്നിട്ടുണ്ട്. എൻ്റെ പ്രസിഡന്റ് ഇല്ല, പ്രസിഡന്റ് ഉണ്ട് കൂടെ. അന്ന് ഉപ്പ ഭക്ഷണം കഴിച്ചേ വിട്ടുള്ളൂ. എൻ്റെ ഉപ്പ ഹജ്ജിന് ഉംറക്കും പോയിട്ട് ഗൾഫ് കണ്ടു എന്നല്ലാതെ ഇല്ല. ഉപ്പാടെ കുടുംബം അങ്ങനെ തന്നെയാണ്. എന്താ ചെയ്യുക, ഈ മണ്ണിൽ വലിയപ്പാടെ ഭൂമിയിൽ റബ്ബർ വെച്ച് അൽഹംദുലില്ലാ ഇപ്പം എല്ലാവർക്കും റബ്ബർ വെട്ടാനുണ്ട്. ഗൾഫ് തുടങ്ങിയാലെന്ത് തീർന്നാലെന്ത് എന്ന ഒരു വിഷയമുള്ള കാര്യമല്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. എന്നാൽ 960 വരെ ഈ വിവരം നമ്മളെ കയ്യിൽ ഇല്ല, അറിവില്ല. ചിന്തിച്ചു നോക്ക്, നമുക്ക് ലാഭം ഉണ്ടാകുക കഴിഞ്ഞത്. അപ്പോൾ അതിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ വന്നിട്ട് പുതിയ ലാഭങ്ങൾ ഉണ്ടാക്കിത്തരും. ദീൻ അങ്ങനെയല്ല, ദീനിൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ കാലം കഴിയുമ്പോൾ പറ നഷ്ടം 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 നഷ്ടം. ഇന്നമ മനസ്സിലാവണില്ലേ പറഞ്ഞത്? വളരെ ചിന്തിക്കണം ഞാൻ ഈ പറയുന്നത്. ജ്ഞാനികൾ ആഴമുള്ള വിജ്ഞാനമുള്ളവർ. വലിയ ആഴമുള്ള വിജ്ഞാനം ഉണ്ടാവും, ഭയങ്കര വിജ്ഞാനം ഉണ്ടാവും, നല്ല ആഴമുള്ള വിജ്ഞാനം. ഷെയ്ഖ് മുത്തവല്ലി ഷാറാവിയുടെ മുന്നില് ഇംഗ്ലീഷ് 970കളിൽ ഇംഗ്ലീഷ് ലണ്ടനിൽ നടന്ന ഒരു തർക്കത്തെ കുറിച്ച് ഒരാള് ഈ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുത്തവല്ലി ഷാറാവിയോട് പറഞ്ഞു. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതൻ. ലണ്ടനിൽ നടന്ന ഒരു തർക്കം. ആശുപത്രിയിൽ രണ്ട് പെണ്ണുങ്ങൾ പ്രസവിച്ചു. 970 ലണ്ടനിൽ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ. അന്ന് വലിയ ചർച്ചയായി വന്നിരുന്നത്രേ അത്. ഒന്ന് ആൺകുട്ടിയെ പ്രസവിച്ചു, ഒന്ന് പെൺകുട്ടിയെയും പ്രസവിച്ചു. പക്ഷെ കുട്ടികളെ കിട്ടിയപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു, എൻ്റെ പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. അപ്പോൾ മറ്റേ പെണ്ണ് പറഞ്ഞു, അല്ല എന്റേതാണ് ആൺകുട്ടി, അല്ല എന്റേതാണ് ആൺകുട്ടി. തർക്കമായി. ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിലില്ല. ഇന്നിപ്പോ കുട്ടികളെ പല ടെസ്റ്റുകൾക്കും പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അന്ന് അതില്ല. 970കളിലെ കഥ പറയാണ്. ഇംഗ്ലീഷ് പത്രത്തിൽ ഈ പ്രശ്നം അച്ചടിച്ചു വന്നപ്പോൾ ഈജിപ്തിലെ പത്രക്കാര് വിളിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുത്തവല്ലി ഷാറാവി പറഞ്ഞ്, പ്രശ്നം പരിഹരിക്കാനൊരു പഴുതു ഞാൻ പറഞ്ഞു തരാം. ഈജിപ്തിലെ പത്രക്കാർ ചോദിച്ചു, എന്താ ലണ്ടനിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പഴുത് ഞാൻ പറഞ്ഞുതരാം. അതെന്താ? ഞാൻ പറഞ്ഞുതരാം. എന്താ പഴുതുണ്ട്? 2 പെണ്ണിന്റെയും മുലപ്പാൽ കറന്നെടുക്കുക. എന്നെ ലബോറട്ടറിയിൽ പോയിട്ട് ഏറ്റവും കരുത്തുള്ള മുലപ്പാൽ, പ്രോട്ടീനിൽ കരുത്തുള്ള മുലപ്പാൽ ഏത് പാലിലാണെന്ന് പരിശോധിക്കുക. അവളായിരിക്കും ആൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ട്? പെണ്ണിനെ ഇരട്ടി ആണിനുണ്ട് എന്ന് ഖുർആനിലുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അത് അനന്ത സ്വത്ത് മാത്രമല്ല, കായിക ബലം, കരുത്ത് ലഭിക്കുന്നത് ലാം ഇന്തിഫായിലാണ്. അതിന് അദ്ദേഹം പറഞ്ഞ ചില ഗ്രാമറുകളുണ്ട്. അത് നമ്മളെ തലപൊളിയും അവർക്ക് വൃത്തിയായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അദ്ദേഹം മരിച്ചുപോയി. 997 ഷെയ്ഖ് മുത്തവല്ലി ഷാറാവി വഫാത്തായി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ചിന്തിച്ചു ഒരു വർത്തമാനം. എവിടുന്ന അത് പറഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പൊ നിങ്ങൾ വലിയ ആഴമുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകും, ആഴമുള്ള വർത്തമാനങ്ങൾ. അവർക്കെല്ലാം അറിയും, എല്ലാം അറിയും, അവർക്കെല്ലാം അറിയും. അവർക്കൊന്നും വേണ്ട, അവർക്ക് കബഡി നേരത്തൊന്നും വേണ്ട. നന്ദിക്കാരനായ ഒരാളെ പോലീസ് അന്വേഷിച്ച് ഒരു പോലീസ് കേസിൽ കുടുങ്ങി കുറെ കാലം ഒളിച്ചു മാറിയും നടന്ന് അവസാനം നന്ദിക്കാരനായ വേറൊരു ഉസ്താദിനോട് പറഞ്ഞു, നമ്മളെ നാട്ടുകാരാണല്ലോ, ഇതൊക്കെ തെളിയിക്കുന്ന ആളിൻ്റെ കയ്യിലുണ്ട്, തെളിവിൻ്റെ കയ്യിലുണ്ട്. നന്ദിക്കാരനായ വേറൊരു മുസ്ലിയാരോട് വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ പോലീസ് കേസിൽ പെട്ടിട്ട് മാറി നടന്നിട്ട് കുഴങ്ങി, അതുകൊണ്ട് ഉസ്താദ്മാരുടെ അടുത്തെങ്കിലും പോയിട്ടൊന്ന് ദ്വാരിപ്പിച്ചാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉസ്താദ് ഇത് പറഞ്ഞു, നമുക്ക് എന്നാൽ കണ്ണിയത്തിൻ്റെ അടുത്ത് പോവാം, അദ്ദേഹം ദ്വാരക്കുത്തരമുള്ള ഒരാളാണല്ലോ, നമുക്ക് നാളെ രാവിലെ കണ്ണിയത്തിൻ്റെ അടുത്ത് പോകാം. അങ്ങനെ പിറ്റേന്ന് അവർ കണ്ണിയത്തിൻ്റെ അടുത്ത് പോയി. കണ്ണിയത്തിൻ്റെ വാഴക്കാട്ട് വീട്ടിൽ പോയി. ഇത് ഈ ദൃക്സാക്ഷി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം ഇന്ന് നന്ദിയിലുണ്ട് ഇയാൾ. അങ്ങനെ വാഴക്കാട്ട് വീട്ടിൽ പോയി, കണ്ണിയത്തിനടുത്ത് പോയി. കണ്ണിയത്തിനോട് പറഞ്ഞു, എന്തേന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണിയത്ത് എന്തേന്ന് ചോദിച്ചു. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ നന്ദി എന്നാണ്. എന്തേ പോകുന്നു? അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞു, ഇത് എൻ്റെ ഒരു അയൽവാസിയായ ഒരു ചെറുപ്പക്കാരനാണ്, ഇവനെ ഒരു പോലീസ് കേസിൽ പെട്ടിട്ട് മാറി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി, അതുകൊണ്ട് കേസൊന്ന് ഒഴിവാക്കി കിട്ടണം, അതിന് ഇവിടെ നിന്ന് ദ്വാരക്കണം, അതിന് വേണ്ടി വന്നതാണ് എന്ന്. അപ്പോൾ കണ്ണിയത്ത് ഒന്ന് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയതാണ് ഇയാളെ. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ ആണല്ലോ അവനെ പോലീസ് പിടിക്കുക, പോട് ഇവിടെ ഇരിക്കണ്ടാവും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല.
ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഇപ്പൊ തെളിയിക്കാൻ കഴിയും, എനിക്ക് ഇത് ഇപ്പൊ തെളിയിക്കാൻ കഴിയും. ഈ ആൾ ഇപ്പൊ നന്ദിയിലുണ്ട്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് രണ്ടാളിന്റെ കൂടെ വന്നാൽ അയാളെ വീട്ടിൽ കൊണ്ടുവരും, ഞാൻ തെളിവ് കാണിച്ചു തരാം. ഇങ്ങനെ കണ്ണിയത്ത് ഇയാളെങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവനെ നാളെ രാവിലെയാണല്ലോ പോലീസ് പിടിക്കുക, ഓട് ഇവിടെ കണ്ടെന്നർത്ഥം. നാളെ പോലീസ് പിടിക്കാൻ പോകുന്ന തന്നെ ഇന്ന് സൂക്ഷിച്ചാൽ പ്രശ്നം പറയണല്ലോ. മനസ്സിലായില്ല? കുറ്റവാളിയെ ഒളിപ്പിച്ച കുറ്റം ഉണ്ടാവില്ല. അപ്പൊ സമസ്ത പ്രസിഡന്റിന് അങ്ങനെ വരാൻ പാടില്ലല്ലോ. മനസ്സിലായില്ല? ഇവനെ നാളെയാണല്ലോ പോലീസ് പിടിക്കുക, നാളെ രാവിലെയാണല്ലോ ഇവനെ പോലീസ് പിടിക്കുക, ഓട് ഒറ്റ നോട്ടം. അവർ തിരിച്ചു വന്നു, ദ്വാരണമൊന്നുമില്ല, തിരിച്ചു വന്ന് ഭയങ്കര മാനസികവശമായി. രണ്ടാളും വീട്ടിൽ പോയി, രാത്രി വീട്ടിൽ പോയി കിടന്നു. പിറ്റേന്ന് രാവിലെ ഇയാളെ ഭാര്യ വിളിച്ചുണർത്തുന്നു, ഈ കൊണ്ടുപോയ ഉസ്താദിനെ നിങ്ങൾ അറിഞ്ഞില്ലേ, അവനെ പോലീസ് പിടിച്ചുകൊണ്ടേ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അതെങ്ങനെ ആ അറിവ്? അതിങ്ങനെ അറിയും. ഒറ്റ നോട്ടം. ഒരാൾ മദീന അങ്ങാടിയിലൂടെ നടക്കുമായിരുന്നു. മദീന അങ്ങാടിയിലൂടെ നടന്നപ്പോൾ ഒരു ജൂതപ്പെണ്ണുണ്ട്, അങ്ങാടിയിലൂടെ സാമാനം വാങ്ങി നടക്കുന്നു, സാധനങ്ങൾ വാങ്ങി ഇങ്ങനെ നടക്കുന്നു. അപ്പൊ അതിസുന്ദരിയായ പെണ്ണ്, ജൂതപ്പെണ്ണ്, അവൾ മറക്കൊന്നുമില്ലല്ലോ, ജൂതപ്പെണ്ണുങ്ങളല്ലേ, അവൾ ശരീരം മറക്കൂലല്ലോ. അപ്പോൾ ഈ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ ഇയാൾ ഒരു വട്ടം കൂടി ഒന്ന് നോക്കിപ്പോയി. ഈ നോക്കിയ ആള് മുസ്ലിമാ, ഒന്നും കൂടെ നോക്കിപ്പോയി. അയാ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ ഒന്നും കൂടെ ഒന്ന് നോക്കിപ്പോയി ജൂതപ്പെണ്ണിനെ. പിന്നെ അവിടുന്ന് പോയി. പിന്നെ ഇയാൾ അവിടുന്ന് അങ്ങാടിയും കടന്ന് പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ഇങ്ങനെ അങ്ങാടി കടന്ന് പള്ളിയിൽ കയറി. പള്ളിയിൽ കയറിയപ്പോൾ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാന്റെ ഭരണകാലമാണ് റളിയല്ലാഹു അൻഹു. പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ അസ്സലാമു അലൈക്കും ഫലം യറുദ്ദ അലൈഹി സലാം, സലാം അടക്കില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കണം. സലാമു അലൈക്കും ഫലം യറുദ്ദ അലൈഹി സലാം, സലാം അടക്കില്ല. അപ്പോൾ പിന്നെ എന്തേ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചത് സലാമു അലൈക്കും സലാം അടക്കില്ല. അപ്പോൾ പിന്നെ ഉസ്മാൻ പറഞ്ഞേ ഖൂലൂന ഇന്നകുമുൽ മുസ്ലിമൂൻ ബാഹിലുൽ ഖുർആനി വസുന്നത്തി റസൂലില്ലാഹ് വഅലാമത്തുൽ സിനാ ളാഹിറത്തുൻ അലാ വജൂഹിക്കും. മുസ്ലിമീങ്ങളാണ്, മുത്തുനബിന്റെ ആളുകളാണ്, ഖുർആന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക, മുഖത്തെ സിനാന്റെ അടയാളവും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇയാള് പറഞ്ഞു അജബൻ അജബാ ഖലീഫ, എന്താ ഇത് ഖലീഫ, എന്താ ഇത്? ഞാൻ പള്ളിയിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു വരുന്ന വരവിൽ ഉണ്ടായൊരു സംഭവമായിട്ട് ഇതിപ്പോ ഒരാട് ഇവിടെ വന്ന് പറയാൻ നേരായിട്ടില്ല. അജബൻ അജബാ, എന്താണ് ഖലീഫ ഈ കേൾക്കുന്നത്? അനസലൽ വഹയു ബഅദ റസൂലില്ലാഹ്, റസൂലുള്ളാഹി വഫാത്തായിട്ടും വഹയ് ഇറങ്ങുന്നുണ്ടോ? ഉസ്മാൻ പറഞ്ഞു വഹയൊന്നും ഇറങ്ങുന്നില്ല, പക്ഷേ മുത്തുനബിയിൽ നിന്ന് പഠിച്ച വിജ്ഞാനം കൊണ്ട് എന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ എന്നെ എനിക്കറിയാമെന്ന് സയ്യിദുനാ ഉസ്മാൻ. യാ അല്ലാഹ്, അതൊരു എഞ്ചിനീയർക്ക് അറിയില്ല, അതൊരു ഡോക്ടർക്ക് അറിയൂല. കണ്ണിയത്തിന്റെ ദർസിൽ പഠിക്കാൻ വന്നു ചേകനൂര്. അപ്പോൾ കണ്ണിയത്ത് ദർസിൽ കേട്ടി. ദർസിൽ ആർക്കും കയറാലോ, നന്നാവുന്നോ നന്നായിക്കോട്ടെ. ചേകനൂര് പഠിക്കാൻ വന്നു കണ്ണിയത്തിന്റെ ദർസിൽ. കണ്ണിയത്ത് സ്വീകരിച്ചു, ആയിക്കോട്ടെ, പഠിച്ചു. ചേകനൂര് അന്ന് വലിയ വായാടിയാ, വലിയ സംസാരക്കാരനാ. അപ്പോൾ ദർസിൽ പഠിച്ചിരുന്ന ഒരു നെടിയനായ വിദ്യാർത്ഥി കുഞ്ഞബ്ദുള്ള എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയെ ചേകനൂരിനോട് ചങ്ങാറ്റം കിട്ടി. പിന്നെ അവർ രണ്ടാളും ചങ്ങാതിമാരായി. ഇതിങ്ങനെ കുറച്ച് ദിവസം ശ്രദ്ധിച്ചു കണ്ണിയത്ത്. എന്നിട്ട് കുഞ്ഞബ്ദുള്ളയെ ഒറ്റക്ക് വിളിച്ചു. പിന്നെ കുഞ്ഞബ്ദുള്ളയെ പഠിക്കാൻ വന്നവർക്കൊന്നും ഞാൻ വാതിലടക്കൂല, പഠിച്ചോട്ടെ, പക്ഷെ അവൻ ആള് ശരിയില്ല, കൂട്ടം കൂടണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അന്ന് ചേകനൂരിന് ഒരു കുഴപ്പമില്ല. പിന്നെ ആണ്ടുകൾ പഠിച്ച് പല ദിവസം പോയും ചേകനൂര് പഠിച്ച്, പിന്നെ ചേകനൂര് വെല്ലൂർ പോയി, പിന്നെ ചേകനൂർ വെല്ലൂരിൽ നിന്ന് വന്ന്, പിന്നെ ചേകനൂര് എടപ്പാളടുത്ത് കോക്കൂർ എന്ന സ്ഥലത്ത് ദർസ് തുടങ്ങി. വലിയ മുദരിസായി തലയെക്കെട്ടും നാടിയും വലിയ ഔലിയും ആലിയും ഒക്കെ ആയി നടക്കുന്നതിനിടയിൽ അയാൾക്ക് പ്രശ്നമുണ്ടാവുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതെങ്ങനെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ണിയത്ത് കണ്ടു. അതാണ് ആ വിജ്ഞാനത്തിന്റെ പ്രത്യേകത. അത് കവടി നിരത്തണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് മുറത്തിൽ ഇങ്ങനെ തെള്ളി നോക്കണ്ട, ഒന്നും വേണ്ട, ഒറ്റ നോട്ട് നോക്കിയാൽ മതി. സുബ്ഹാനല്ലാഹ്.
അത് ഒരു വിവരാണ്. ആ വിവരത്തിന് ഭയങ്കര വിവര. ഒരാൾ പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് പലരും സംഘം കെട്ടി മുസ്ലിമാകാൻ വേണ്ടി പോകുന്ന പോക്കിൽ ഞാനും പോയി. ഞാനിങ്ങനെ ഒട്ടകപ്പുറത്തും ഒട്ടകത്തുനിന്ന് ഇറങ്ങിയും അങ്ങനെ നടന്നു അങ്ങനെ പോയി. മദീനയിൽ പോയി മുസ്ലിമാകണം എന്ന് വിചാരിച്ച് പോവാണ്. ഞാൻ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് പോവുക. ഒരാൾ പറയാം, അയാളൊന്നും മുസാബി ആയിട്ടില്ല, അയാൾ പലരും മദീനയിൽ പോകുന്നുണ്ട്, അപ്പൊ ഞാനും മുസ്ലിം ആവലോ എന്ന് വിചാരിച്ചു പോയി. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ രണ്ട് ഭാഗത്തും പിന്നെ കുന്നുകളുള്ള ഒരു രണ്ട് കുന്നുകൾക്കിടയിലുള്ള ഒരു ഇടവഴിയിലൂടെ, ഒരു ഗ്രാമത്തിലെ ഇടവഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് മറ്റേ ഭാഗത്ത്. അപ്പൊ എനിക്കൊരു കുസൃതി തോന്നി. ഞാനാകട്ടെ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ എനിക്കൊരു കുസൃതി തോന്നി. അപ്പൊ ഞാൻ ഒറ്റക്കൊരു സ്ഥലത്ത് വെച്ച് പിന്നെ ഒരു പെണ്ണിനെ ഒറ്റക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അവളെ ഒരു ഒറ്റ പിടുത്തം കൂട്ടി പിടിച്ചു. അവൾ എന്ത് ചെയ്തു? ഫൽത്തറബത്ത് മിന്നി, അവൾ കുടഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു. ഞാൻ പിന്നെ അതൊക്കെ മറന്നു. ഞാൻ ഇങ്ങോട്ട് വന്നു. ഞാൻ മദീനയിൽ വന്നു. കുറേ ആളുകൾ മുസ്ലിമായി. നബി അവർക്കൊക്കെ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. എൻ്റെ ഊഴം വന്നപ്പോൾ നബി എൻ്റെ അടുത്തേക്ക് നോക്കിയില്ല. നബി എൻ്റെ ബേക്കിലുള്ള ആൾക്ക് കലിമ ചൊല്ലി കൊടുത്തു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ പള്ളിയിലുള്ളവർ മുഴുവനും കലിമയും ചൊല്ലിപ്പോയി. അവസാനം ഞാനും നബി മാത്രം ബാക്കിയായി. അപ്പോൾ നബി പറഞ്ഞു, സാഹിബുൽ ചുവൈരിയ, പെൺകുട്ടികളാളല്ലേ, വാ വാ വാ. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ല? ഒറ്റക്ക് കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ കാത്തിരുന്നത്. ആ പെൺകുട്ടികളാളല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആദ്യം ഞാൻ കലിമയല്ല, എന്റെ കയ്യിലോട് കൈവെക്ക്, മേലെ ഒരു പെണ്ണിനോട് മാന്യതകേട് ചെയ്യൂല, എന്നിട്ട് പിന്നെ കലിമയിലുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് ഖുർആൻ, ഇതാണ് സുന്നത്ത് മുഹമ്മദ്. അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ശിർക്കിന്റെ മണ്ഡപത്തിലേക്ക് പോകും ആളുകള്. മുസ്ലിമീങ്ങൾക്ക് ഒരു ശിർക്കിന്റെ കബടി നിരത്തുന്നവന്റെ പിന്നാലെ ഓടേണ്ടതില്ല. എന്തുകൊണ്ട്? അത്ര വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പറയും, അവരെല്ലാവരുടെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ചിന്തിക്ക്, ചിന്തിക്ക്. ഇശനിസ്കാരം കഴിഞ്ഞ ആളുകൾ തിരിച്ചു പോവുകയാണ് മമ്പുറത്ത്. അപ്പോൾ മമ്പുറത്ത് തിരിച്ചു പോകുമ്പോൾ ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോവുക. ഇശനിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോവുക. അപ്പോൾ മമ്പുറത്ത് സയ്യിദ് ഖുത്ബുസ്സമാൻ മൗലദ് ദവീല, ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയിൽ മമ്പുറമേ, പെട്ടെന്ന് ഓലക്കൊടി കൊണ്ടുവരാൻ പറഞ്ഞ് ഓല കൊണ്ടുവന്ന് ധൃതിയിൽ ചൂട്ട് കെട്ടി വിളക്കൊണ്ടുവരാൻ പറഞ്ഞ് ചൂട്ട് കത്തിച്ചു കൊടുത്ത് ഒരാളോട് പറഞ്ഞ് വേഗം തെങ്ങ് കയറ് എന്ന് പറഞ്ഞു. തെങ്ങ് കയറി. തെങ്ങിന്റെ മണ്ടയിലെത്തിയപ്പോൾ ഇയാളോട് പറഞ്ഞ് ഒരു 3 തവണ മിന്ന്. ഇതൊക്കെ ലിഖിതമായ താരീഖാണ്. ഇത് ലിഖിതമായ താരീഖാണ്. ലിഖിതമായ താരീഖ് ഉണ്ടല്ലോ കേരളത്തിൽ. ആളുകൾ തിരിച്ചുപോയി. എന്താ ചെയ്തതെന്നോ അറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു കപ്പക്കാര് സംഘം വന്നു. അവർ വന്നിട്ട് മൗലദ് ദവീലെ മുഖം കാണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ നടുക്കടലിൽ നട്ടം തിരിയുകയായിരുന്നു. എവിടെയാണ് വഴിയെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. കരമാർഗം അറിയാതെ ഞങ്ങൾ വളരെ വിഷന്നരായി നിൽക്കുകയായിരുന്നു. മാനത്തെ നക്ഷത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടുക്കടലിൽ കുഴങ്ങിപ്പോയിരുന്നു. എന്തും സംഭവിക്കാനുള്ള സാഹചര്യമായിരുന്നു. അപ്പോഴാണ് കരയിൽ നിന്ന് പന്തം മിന്നിക്കുന്നത് കണ്ടത്. ആ വഴിയെ നോക്കിയിട്ട് വന്നത് കൊണ്ടാണ് ഞങ്ങൾ കര തേടാൻ കഴിഞ്ഞത്. താരീഖിലുണ്ട് ഈ സംഭവം. മൗലദ് ദവീലയുടെ താരീഖിലുണ്ട് ഈ സംഭവം. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അതിന്റെ അങ്ങനെയാണത്. അത് ഖുത്ബുസ്സമാനാണ്. അത് ഖുർആന്റെ ഇൽമാണ്. അവർക്കെല്ലാം അറിയും. ഒരു ഉരുള ഇങ്ങനെ ഉരുട്ടിയാൽ സയ്യിദുനാ സിദ്ദീഖിന്റെ താരീഖിലുണ്ട്. 100 കണക്കിന് കിതാബിലുണ്ട്. ഒരു ഉരുള ഇങ്ങനെ സിദ്ദീഖ് ഇങ്ങനെ കുഴച്ചിട്ട് കയ്യിലുണ്ട് വെക്കുമ്പോൾ തുസബ്ബിഹു തിൽകൽ ലുഖ്മ, കയ്യിലിരുന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറയും. ആ ഉരുള എന്ത് ഉരുള ഒറ്റക്ക് പറയും. എന്ത്? സുബ്ഹാനല്ലാഹ്. വയർഫഉഹാ ഇലാ ഫീഹി, തന്റെ വായിലേക്ക് ഉരുളയെ ഉയർത്തും സയ്യിദുനാ സിദ്ദീഖ്. ഫതുസബ്ബിഹു തിൽകൽ ലുഖ്മ, കയ്യിൽ നിന്ന് വായിലെത്തുന്നത് വരെയും സുബ്ഹാനല്ലാഹ് ഉരുള പറഞ്ഞുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇതാണ് സിദ്ദീഖ്.
ഇതാണ് എവിടുന്ന വിവരം കിട്ടിയത്? കവടി നേരത്തെ പണിയൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. റളിയല്ലാഹു അൻഹു. അത് ഖുർആന്റെ ഇൽമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വർക്കപ്പറാത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, ചിന്തിക്ക് മുഅ്മിനെ, ചിന്തിക്കണം. എങ്ങനെ എത്ര 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 അതല്ലേ സയ്യിദ്ന ഫാറൂഖിന്റെ വിവരം? അതല്ലേ സയ്യിദ്ന ഫാറൂഖ് നഹാബണ്ടിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈന്യത്തിന് 400 കിലോമീറ്റർ അപ്പുറത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈന്യമാണ്. സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മദീന പള്ളിയിൽ ഖുത്ബ നിർവഹിക്കുകയാണ്. വെള്ളിയാഴ്ച സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് പെട്ടെന്ന് ഖുത്ബ നിർത്തി. സാരിയ 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 അൽ ജബൽ അൽ ജബൽ എന്ന് വിളിച്ചു പറഞ്ഞു. മദീന പള്ളിയാണ്, വെള്ളിയാഴ്ച ജുമഅയുടെ നേരമാണ്. വിളിച്ചു പറയാ സാരിയ അൽ ജബൽ. 400 കിലോമീറ്റർ അപ്പുറത്തേക്ക് സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ്. ആയിരക്കണക്കിന് കിതാബിലുണ്ട് ഈ സംഭവം, ആയിരക്കണക്കിന് കിതാബിലുണ്ട് ഈ സംഭവം. ചിന്തിക്ക്. മാസങ്ങൾ കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് സംഘം തിരിച്ചെത്തിയപ്പോൾ പറഞ്ഞു, സംഭവം എന്താ? പള്ളി നിൽക്കുന്നവർക്കൊന്നും മനസ്സിലായില്ല. എന്തോ എന്തോ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് സൈന്യം തിരിച്ചെത്തി. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വെള്ളിയാഴ്ച ഉള്ള നിസ്കാരത്തിന് ഒരുങ്ങുന്ന നേരമായിരുന്നു. ഞങ്ങൾ ഓടിച്ച സൈന്യം മലയുടെ മറ്റേ ഭാഗത്തൂടെ വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് ഉമർ ബിൻ ഖത്താബിന്റെ വിളി കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ സൈന്യം ഞങ്ങളെ മേൽ ആക്രമിക്കുന്നു. കാരണം വെള്ളിയാഴ്ച ജുമഅയുടെ നേരത്ത് ഞങ്ങൾ ആരാധനയിൽ മുഴുകുന്ന സമയമാണെന്ന് ആർക്കറിയും? പറ, ശത്രുക്കൾക്കറിയും. ആ സമയം നോക്കി അവർ ആക്രമിക്കാൻ മലയുടെ ബാക്ക് ഭാഗത്തിലൂടെ വരുന്നത് ഞങ്ങൾ കണ്ടില്ല. അപ്പോഴാണ് വിളി കേട്ടത്. ആരുടെ? ഉമർ ബിൻ ഖത്താബ്. മദീനയിൽ നിന്ന് നഹാബന്ദിലേക്ക് 400 കിലോമീറ്ററാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതെവിടുന്ന് ഉമറിന് കിട്ടി? ഉമർ എന്താ കവടി നേരത്തെ പഠിച്ച ആളാണോ? അല്ല, അത് ഖുർആന്റെ ഇൽമാണ്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം പട്ടാളത്തിൽ ചേരാൻ വേണ്ടി വന്നു അലിയാരുടെ അടുത്തേക്ക്. അപ്പോൾ അലിയാർ പറഞ്ഞു, മക്തുബൻ അലാ ജബ്ഹതിക അന്നക ഖാതിലി, ഇയാണ് എന്നെ കൊല്ലാണ് എന്റെ നെറ്റിട്ടടത്തിലുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഖദറാണ്. പട്ടാളത്തിൽ ചേർന്നു. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ സ്ഥലത്തുണ്ടാ. അതെങ്ങനെ പറയാൻ കഴിയാ? പറഞ്ഞത് മനസ്സിലായില്ല. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം പട്ടാളത്തിൽ ചേരാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്തുബൻ അലാ ജബ്ഹതിക അന്നക ഖാതിലി, നീയാണ് എന്നെ കൊല്ലുക എന്ന് നിന്റെ നെറ്റിത്തടത്തിലുണ്ട്. അയാൾ എന്നെ അലിയാരെ കൊണ്ടുവരും. റളിയല്ലാഹു അൻഹു. അതെങ്ങനെ അറിയാം? അതെങ്ങനെ അറിയാം? അത് ഖുർആന്റെ ഇൽമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെ എത്ര 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 എല്ലാവർക്കും അറിയുന്ന, അവർക്ക് അറിയാത്തതെന്താ? എന്തൊക്കെ അവർക്ക് അറിയാത്തതെന്താ? അവർക്ക് എല്ലാം അറിയും. അവർക്കറിയും. അവർക്ക് ഭൂമിയും അറിയും, അപ്പുറത്തും അറിയും, ഇപ്പുറത്തും അറിയും, എല്ലാം അറിയും. ചിന്തിക്ക്. മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. ഇങ്ങനെയുള്ള ആഴമുള്ള വിജ്ഞാനം ഉണ്ടായിരുന്നു ഇതിലെല്ലാം. അതിന്റെ വരികളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ രഹസ്യപ്പൂട്ടുകൾ അവർ കണ്ടെത്തിയിരുന്നു. അതിന്റെ 10-1, 100-1, 10-1, 100-1, 10-1, 100-1, 10-1, 100-1, 10-1 ഇന്ന് നമ്മളെ കയ്യിലില്ല. ഇല്ല. ഹിജ്റ 500-ൽ ഫലസ്തീൻ സന്ദർശിച്ചിട്ടുണ്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി. ഫലസ്തീനിൽ ഒരു വസാലി സ്ക്വയർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. വസാലി സ്ക്വയർ എന്നൊരു ഏരിയ ഉണ്ട് ഫലസ്തീനിൽ. അവിടെ ഹിജ്റ 500-ൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അന്ന് മുന്നോട്ട് ചെല്ലാനോ വിജ്ഞാനത്തിന്റെ മജ്‌ലിസുകൾ മുഖദ്ദസിന്റെ താഴ്വരയിൽ ഉണ്ടായിരുന്നു. മുഖദ്ദസ് എന്നാൽ ലോകത്തെ മഹാത്ഭുതമായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ അറിവ് പകർന്നു കൊടുത്ത ഒരു താഴ്വര മുഖദ്ദസാണ്. വേദഗ്രന്ഥങ്ങൾ മുഴുവനും അവിടെയാണ് പഠിപ്പിക്കപ്പെട്ടത്. സബൂർ പഠിക്കാൻ, പാരായണം ചെയ്യാൻ സുലൈമാൻ നബിയുടെ കാലത്ത് 5000 പുരുഷന്മാർ പകലിലും 5000 പുരുഷന്മാർ രാത്രിയും ഉണ്ടായിരുന്നു അവിടെ. ജയ്ഹൂൻ എന്നൊരു നദി ഉണ്ടായിരുന്നു ജെറൂസലേമിൽ. ആ നദിക്ക് സ്വർഗവുമായി ബന്ധമുണ്ടായിരുന്നു. ആ നദിയുടെ കരയിലിരുന്ന് വേദോപാസകർ വേദോച്ചാരണം നടത്തിയിരുന്നു. ലോകത്തെ മഹാത്ഭുതമായിരുന്നു അത്.
പിന്നെയും പിന്നെയും പ്രവാചകന്മാർ അവിടെ വന്നു. പക്ഷേ മുട്ടാളന്മാർ അധികരിച്ചപ്പോൾ ആ നദി തന്നെയും പിൻവലിഞ്ഞു പോയി. പിന്നെ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സ്വഹാബികൾ അതിനെ വീണ്ടും ഉജ്ജ്വലിപ്പിച്ചു. 1-ാം നൂറ്റാണ്ടിൽ വിജ്ഞാനത്തിന്റെ കേളിരംഗമായി, 2-ാം നൂറ്റാണ്ടിലും വിജ്ഞാനത്തിന്റെ കേളിരംഗമായിരുന്നു ജെറൂസലേം. പിന്നെ കുറഞ്ഞേ വന്നു. 5-ാം നൂറ്റാണ്ടില് അവിടെ സന്ദർശിച്ചു അബൂ ഹാമിദ് അൽ ഗസാലി. 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിത പ്രതിഭ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മറ്റാരുമല്ല, അബൂ ഹാമിദ് അൽ ഗസാലി. അദ്ദേഹത്തെ അംഗീകരിക്കാത്ത ഡച്ചുകാരുമില്ല, ഇംഗ്ലീഷുകാരുമില്ല, ഫ്രഞ്ചുകാരുമില്ല, സ്പാനിഷുകാരുമില്ല. അദ്ദേഹത്തെ അംഗീകരിക്കാത്ത ഒരാളില്ല. അദ്ദേഹത്തിന്റെ വിജ്ഞാനങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്ത ഒരു ഭാഷ ലോകത്തില്ല. ഏത് ലിഖിത ഭാഷയിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിജ്ഞാനങ്ങൾ. അത്രയും വലിയ പണ്ഡിതനാണ് അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു. മുഅ്മിനീങ്ങളെ, ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും സഹായിക്കും, എല്ലാവരും സഹായിക്കും. അല്ലാഹുമ്മ നാഫിഅ ഇൽമിനെ തരട്ടെ. ഞാനൊരു അനിവാര്യതയെ പറയുള്ളൂ. ആ കൂട്ടത്തിൽ കവർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങി നാളെ തിരിച്ചെത്തിക്കണം. ഒരു പണം നിങ്ങൾ സംഭാവന ചെയ്യും. ഇതിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. ഇത് ഖുർആനെ പിടിച്ചു വെക്കുന്ന അതിൻ്റെ ഒരു മസ്ബഹയാണ്. ഖുർആന്റെ നീന്തൽ കുളമാണ്. അതിലവിടെ പിടിച്ചു വെക്കണം. ഖുർആന്റെ വിജ്ഞാനത്തിന്റെ ഒരു മസ്ബഹ, ഒരു നീന്തൽ കുളമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന്ന് പുതിയ പുതിയ ആൺകുട്ടികൾ നീന്തി തുടിക്കട്ടെ. എന്നിട്ട് അവർ വിജ്ഞാനം പഠിക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുക. ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ട് ഒന്നുമില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കുക, ഹിജ്റ 500-ൽ 1000-ഓളം കൊല്ലം മുമ്പ് അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പ്രസംഗിച്ച ഗസാലി സ്ക്വയർ ഞാനങ്ങനെ വിഷണ്ണനായി നോക്കി നിന്നിട്ടുണ്ട്. എത്രയോ തവണ ഞാൻ ആ ഗസാലി സ്ക്വയറിൽ പോയിട്ടുണ്ട്. എന്താ പ്രസംഗിച്ചത്? അവിടെ സന്ദർശിച്ചപ്പോൾ ഇമാം ഗസാലി അവിടെ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഭയങ്കര ആളല്ലേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇങ്ങനെയായിരുന്നു: മറത്തു ബി 360 മിൻ ഹൽഖത്തിൽ ഇൽമി ഫമാ വജദ്തു മിൻഹാ ഇൽമാ ഖദ് റുഫിഅൽ ഇൽമു വല്ലഅൽ ഇൽമു. യാ അല്ലാഹ്, യാ അല്ലാഹ്, എന്താ കേൾക്കുന്നത്? ചിന്തിക്ക്. കവറൊക്കെ വാങ്ങിക്കോളൂ, തിരിച്ചു കൊണ്ടുവരണം. നല്ലൊരു പൈസ ഇട്ടിട്ട് നാളെ തിരിച്ചെത്തിച്ചാൽ മതി. നിങ്ങൾക്കറിയോ ഈ പറഞ്ഞത്? യാ പടച്ചവനെ, എന്തൊരു വാക്കാണ് പറഞ്ഞത്. സർവവിജ്ഞാന ഭണ്ഡാരശേഖരുള്ളങ്ങളായ വലിയ വലിയ പ്രതിഭകളുടെ വിജ്ഞാന സദസ്സുകളിലൂടെ ഞാൻ നടന്നു. ഈ മുഖദ്ദസിന്റെ താഴ്വരയിൽ വന്നപ്പോൾ 360ഓളം വിജ്ഞാനത്തിന്റെ മജ്‌ലിസിൽ പോയി ഞാൻ ഇരുന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു അറിവ് കേൾക്കാൻ കഴിഞ്ഞില്ല. അറിവ് ഉയർത്തപ്പെട്ടു പോയിരിക്കുന്നു. 1000 കൊല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ അറിവ് എന്തായിരിക്കും? നിങ്ങൾ എന്റെ കൂടെ ഇല്ലാട്ടോ പടച്ചോനെ. എന്താ പറഞ്ഞത്? 1000 കൊല്ലം മുമ്പ് ഗസാലി ഇമാം മുഖദ്ദസിൽ പ്രസംഗിച്ചിട്ടുണ്ട്. 360ഓളം വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ ഞാൻ പോയിട്ട് ഒരു അറിവ് പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. അറിവില്ല കേട്ടോ. അറിവൊക്കെ ഉയർന്നു പോയിരിക്കുന്നു. അറിവൊന്നും ഇനി ലോകത്ത് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചവനെ. അത് 5-ാം നൂറ്റാണ്ട്, ഇത് 15-ാം നൂറ്റാണ്ട്. മനസ്സിലായില്ല? ഹിജ്റ പറയുന്നത്. ഹിജ്റ 5-ാം നൂറ്റാണ്ട്, ഇത് ഹിജ്റ 15-ാം നൂറ്റാണ്ട്. അതായത് കൃത്യം 1000 കൊല്ലായി. അന്ന് ഗസാലി ഇമാം പ്രസംഗിച്ചിട്ടുണ്ട്, അറിവൊന്നും ലോകത്ത് ഇല്ല. അപ്പൊ അറിവ് എന്തായിരിക്കും? അന്നത്തെ അറിവ് എന്തായിരിക്കും? അപ്പൊ ഇന്നുള്ളതിനെ നമ്മൾ പിടിച്ചില്ലെങ്കിൽ എന്തായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അടച്ചാൽ എന്തൊരു വർത്തമാനമാണത്.
مررت ب360 من حلقة العلم فما سمعت منها علما قد رفع العلم وضع العلم. 360 വിജ്ഞാന മജ്‌ലിസിലൂടെ ഞാൻ നടന്നു നോക്കിയിട്ട് ഒരറിവ് കേട്ടില്ല, ഒരറിവ് ലഭിച്ചില്ല, ഒരറിവ് കേട്ടില്ല. അറിവ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അറിവ് ഉയർന്നു പോയി, അറിവ് ഉയർന്നു പോയി എന്ന് അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠിച്ചവനെ എന്തായി കേൾക്കുന്നത്. അപ്പൊ ഒരു അറിവ് എന്തായിരിക്കും? ആ അറിവ്, അതിന്റെ മുമ്പുള്ള അറിവ് എന്തായിരിക്കും? ചിന്തിച്ചു നോക്ക്. ഈ അറിവ് നമ്മൾ പിടിച്ചില്ലെങ്കിൽ എന്തായി മാറും? അതുകൊണ്ട് സകല അധ്വാനവും അറിവിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയായിരിക്കണം. സകല അധ്വാനവും. ഇങ്ങോട്ട് നോക്ക്. ചില അറിവുകൾ ഇല്ല തന്നെ ലോകത്ത്. ചില അറിവുകളെ ലോകത്തില്ല. നിങ്ങളിൻ്റെ കൂടെ വന്നാലേ ഞാൻ പറയുള്ളൂ കേട്ടാ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? ഞാൻ നീട്ടൂല. ഞാൻ അങ്ങനെ നീട്ടൊന്നുമില്ല. ഞാനങ്ങനെ നീട്ടൊന്നുമില്ല. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. അറിവില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ അതിൻ്റെ സാഹചര്യമില്ല. എന്താണ് സാഹചര്യം ഇല്ലാത്തത്? എനിക്ക് സ്വപ്നം പഠിക്കാനൊരാഗ്രഹമുണ്ട്. സ്വപ്നം പഠിക്കുക എൻ്റെ ജീവിതത്തിലൊരു വലിയ ആഗ്രഹം, സ്വപ്നം പഠിക്കുക. പക്ഷെ അതിനൊരു സംവിധാനമില്ല. സ്വപ്നം ഒരു ഇൽമാണ്. ഇന്നത് പഠിപ്പിക്കാൻ കേരളത്തിലൊരു പണ്ഡിതനുണ്ടോ എന്ന് സംശയമാണ്. അറിവ് നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളൊരു സ്വപ്നം കണ്ടാൽ, ഒരാളോട് പറഞ്ഞാൽ മറുപടി പറയാൻ പറ്റിയ ഒരാൾ കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ്. സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും ചെയ്യും. ആ വിജ്ഞാനത്തെ നഷ്ടപ്പെട്ടു.